Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. എൻ്റെ കോയമ്പത്തൂരുള്ള ഒരു ഫ്രണ്ട് വഴിയാണ് ഈ തലപ്പക്കട്ടി ബിരിയാണിനെ കുറിച്ചിട്ട് ഞാൻ കേൾക്കുന്നത്. പക്ഷെ ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യണം. അത് കരാമയിൽ, ദുബായിലുള്ള കരാമയിൽ ഉണ്ട് എന്ന് ഞാൻ കേട്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എല്ലാവർക്കും. ബാക്കി അവിടെ എത്തിയിട്ട് ഇതാണ് തലപ്പക്കട്ടി റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മുടെ തലപ്പക്കട്ടി ബിരിയാണി വന്നിട്ടുണ്ട്. 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. മട്ടനിലും ഉണ്ട്, ചിക്കനിലും ഉണ്ട്. ഇത് മട്ടനിലുള്ളതാണ്. ഇത് രണ്ടിലും മാത്രമേ ഉള്ളൂ തലപ്പക്കട്ടി ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറ്. ഇതിൽ നമ്മൾ ഉള്ളിയും അങ്ങനത്തെ ഇതൊന്നും കാണുന്നില്ല. നമ്മളെ നട്ട്സ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണുന്നില്ല. ഒരു പ്ലെയിൻ നമ്മളെ നെയ്ച്ചോറിലെ ഒരു ചിക്കൻ ഇട്ടൊക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. നല്ല ടേസ്റ്റാണ്. എന്താണെന്ന് പറയുക, നമ്മൾ ആ ജീരകശാല റൈസിൻ്റെ ഫ്ലേവർ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇതതിൻ്റെ കൂടെ കഴിക്കാൻ തന്ന ഒരു മുറുമുറു ചിക്കനാണ്. ഇതും സംഭവം ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ഉണ്ട്. ക്രിസ്പി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഡിഷാണ്. ചിക്കൻ തന്നെയാണ്. ചിക്കൻ, അതായത് മുറുമുറു ചിക്കൻ എന്നാണ് പേര്. അതിൽ മയോണൈസ് ആണ് ഡിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ബിരിയാണിയുടെ കൂടെ അവർ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേവി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി കൂടാണ്ട് ദാല്, മട്ടൻ ദാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രേവിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തലപ്പക്കട്ടി ബിരിയാണിയുടെ ടേസ്റ്റൊക്കെ അറിഞ്ഞ് ഇനി ഞാനിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് എനിക്കൊന്നും ഉണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ സപ്പോർട്ടും വേണം കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബിരിയാണി ഉണ്ടാക്കി, തലപ്പക്കട്ട് ബിരിയാണി ഉണ്ടാക്കി. ഇനി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് തലപ്പക്കട്ടി ബിരിയാണി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ ബിരിയാണി പോലെ അത്ര ഡിഫിക്കൽട്ടീസ് ഉള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ തലപ്പക്കട്ടി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആദ്യമായി ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ആദ്യമായിട്ട് വേണ്ടത് ജീരകശാല റൈസാണ്. ഞാനിവിടെ 3 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് തന്നെ വേണം, അത് നിർബന്ധമാണ്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഇത് ചിക്കനിലും മട്ടനിലും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് ചിക്കനിലാണ്. 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളിയല്ല. ചെറിയ ഉള്ളി ഒരു 1/2 കപ്പ്, ഏകദേശം ഒരു 10-20 ഉണ്ടാവും, ചെറുതാണ്. അപ്പോൾ ഒരു 20 ചെറിയ ഉള്ളി. പിന്നെ വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി. ഇവിടുത്തെയാണ് ഞാൻ പറയുന്നത്. അതായത് നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 കുടമൊക്കെ എടുക്കാം. ഇവിടുത്തെ ആയതുകൊണ്ട് 1 എടുത്താൽ മതി. പിന്നെ ചെറിയ പീസ് 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാണ് ചെയ്യുക. പിന്നെ വേണ്ടത് ഇതിന് മെയിൻ വേണ്ട ഒരു മസാലയാണ്. അതായത് നമ്മളെ ബിരിയാണി മസാലയൊക്കെ പോലെ ഒരു മസാലയാണ്. അതിന് വേണ്ടത് ഒരു 2-3 പട്ട, ഗ്രാമ്പൂ, ഒരു ടീസ്പൂണോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇത് ജാതിക്കയുടെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് ജാതിക്കയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് പട്ടയാണ്. ഒരു 3 പട്ടയുടെ പീസ്, ഒരു 4-5 ഏലക്കായ, ഒരു 2 ടേബിൾ സ്പൂണ് നട്ട്സ്, സ്റ്റാറൈൻസ് ഒരു 4 എടുത്തിട്ട്. പിന്നെ വേണ്ടത് ഒരു ലെമണാണ്, അതിൻ്റെ ജ്യൂസ്. പിന്നെ പൊടികളിലോട്ട് കിടക്കാം. 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി 1 ടീസ്പൂണ്. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകമാണ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ ആവശ്യത്തിന് സോൾട്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്, കട്ടിത്തൈര്. പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും പുതിനയും.
പിന്നെ 2 ടേബിൾ സ്പൂണ് നെയ്യ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ എടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ തലപ്പക്കട്ടി ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായി ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഗ്രൈൻഡ് ആയാൽ മതി. അങ്ങനെ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും ഗീയും കൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഈ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ മസാലയുടെ കൂട്ടെല്ലാതും കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം സോട്ടായിട്ടുണ്ട്. അല്ലാണ്ട് സോട്ടാവേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമുക്ക് ഈ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ചെറിയ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണ്, ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഈ മസാലയുടെ മണം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി വാഷ് ചെയ്ത് കഴുകി ഊറ്റിയ അരിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി മിനിറ്റോളം വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഈ ടൈമിലാണ് നമ്മൾ ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയും. ഇനി നമുക്ക് ഈ ടൈമിൽ ഇങ്ങനെ ദമ്മിടാൻ വെക്കാം. ഒരു 20 മിനിറ്റ് ഇങ്ങനെ ദമ്മിടാം. അപ്പോൾ കട്ടിയിലുള്ള എന്തെങ്കിലും മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഫോയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായി ക്ലോസ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ്. സ്റ്റീം യാതൊരു കാരണവശാലും പുറത്ത് പോവാത്ത വിധം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും, ഞാനിവിടെ എൻ്റെ ചെറിയൊരു അമ്മിക്കല്ലാണ് ഇട്ടിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ചാൽ തീരെ സ്റ്റീം പോവില്ല. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് നേരം ദമ്മിട്ട് വെച്ച് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായി നമ്മുടെ തലപ്പക്കട്ടി ബിരിയാണി. നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ഗീ പറഞ്ഞിരുന്നത്. അതിൽ 1 ടേബിൾ സ്പൂണേ നേരത്തെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആ ബാക്കി വരുന്ന 1 ടേബിൾ സ്പൂണ് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ തലപ്പക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം അതിനോടൊക്കെ സാമ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആകെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഏകദേശം ആ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് വേവ് തന്നെയാണ്. ഇതിനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളും ഈ തലപ്പക്കട്ടി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.